ജൂൺ 7 ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കർമ്മപരമായ കാര്യങ്ങളിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾക്കും ആത്മപരിശോധനയ്ക്കും വഴിയൊരുക്കും. അച്ചടക്കത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരതയും വിജയവും നേടാൻ സാധിക്കും. സൂര്യൻ ജൂൺ 8 വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ജൂൺ 8 ശേഷം മിഥുനൻ രാശിയിലേക്ക് മാറും. ജൂൺ 15 സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും. ചൊവ്വ ജൂൺ 7 കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങത്തിലേക്ക് സംക്രമിക്കുന്നു. ഇത് ചില വൈകാരിക പിരിമുറുക്കങ്ങൾക്കും ഊർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കും കാരണമാകും. ബുധൻ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ജൂൺ 6 മിഥുനൻ രാശിയിലേക്ക് മാറുന്നു. ജൂൺ 8 വരെ ബുധന് മൗഢ്യമുണ്ട്. ജൂൺ 22 കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും. വ്യാഴം മെയ് 14 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് സംക്രമിച്ചു. ജൂൺ 9 വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് 2022 ഏറ്റവും ജീവദായകമായ സൂചനകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്നു. ജൂൺ 14 വരെ മകേര നക്ഷത്രത്തിലും പിന്നീട് തിരുവാതിര നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നുണ്ട്. ശുക്രൻ മെയ് 31 മുതൽ ജൂൺ 29 വരെ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ജൂൺ 29 ഇടവൻ രാശിയിലേക്ക് മാറുന്നു. രാഹു മെയ് 18 മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് സംക്രമിച്ചു. ജൂൺ മാസത്തിൽ പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. കേതു മെയ് 18 കന്നി രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിച്ചു. ജൂൺ മാസത്തിൽ ഉത്തര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. മേഖല തിരിച്ചുള്ള വിശകലനം നോക്കുമ്പോൾ ജൂൺ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി പൊതുവെ അനുകൂലമായിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ശനിയുടെ സ്വാധീനം കാരണം കാര്യങ്ങൾ ചിട്ടയായി ചെയ്യാനും ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാനും സാധിക്കും.